അപ്പോൾ നമ്മളിന്ന് വൈൽ ലൂപ്പിന്റെ 8th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. റൈറ്റ് എ വൈൽ ലൂപ്പ് ഇൻ പൈതൺ ദാറ്റ് adds all the numbers in a list until the sum reaches 100. അതായത് നമുക്കൊരു ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ലിസ്റ്റിനകത്ത് നിന്നുള്ള നമ്പേഴ്സ് സമ്മ് 100 വരെ എത്തുന്നത് വരെ പ്രിന്റ് ചെയ്യാം. അതായത് അതിൽ 100ൽ കൂടുതൽ സമ്മ് ചെയ്യാനുള്ള നമ്പേഴ്സ് കാണും. പക്ഷെ 100 വരെ എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പ്രിന്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഡ് നമുക്ക് റൈറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. അപ്പൊ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് തയ്യാറാക്കാം. നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 10, 20, 30, 40, 50. അപ്പൊ ഇതിന്റെ എല്ലാം സം എന്ന് പറയുമ്പോൾ 50, 40, 80, 90, പിന്നെ 90, 10, 100. ഓക്കെ, പിന്നെ ഒരു 50 പിന്നെയും ബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോഡിലോട്ട് പോവാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് സമ്മിന്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. സം ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഓക്കെ, സം 0 എന്ന് അസൈൻ ചെയ്തു. പിന്നെ നമുക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ വേണം. ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു അതും 0 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇൻഡെക്സ് അറിയാമല്ലോ, അതായത് നമ്മളിപ്പം അതിന്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് ചെയ്യുന്നത്. അതിപ്പോ നമ്മൾ റെക്കോർഡൊക്കെ എഴുതുമ്പോൾ ഇൻഡെക്സ് തയ്യാറാക്കും. അപ്പൊ ഏതാണ് ആദ്യം കിടക്കുന്നത്, 1, 2, 0, 1, 2 അങ്ങനെ. ഓക്കെ, എന്നിട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് വൈൽ ലൂപ്പിന്റെ കോഡ് എഴുതാം. വൈൽ സമ്മ് ലെസ് ദാൻ 100, അത് സമ്മ് എപ്പോഴും 100 ലെസ് ദാൻ ആയിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സമ്മ് പ്ലസ്, അതായത് സമ്മിന്റെ സമ്മൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് പ്ലസ് ഇട്ട് കൊടുത്തത്. അതായത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പ്ലസ് നമ്പേഴ്സ് സെറ്റിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇൻഡെക്സ് നമ്പേഴ്സ് ഓഫ് ഇൻഡെക്സ്, അതായത് ഈ ഇൻഡെക്സ് ഈ നമ്പേഴ്സിന്റെ ലിസ്റ്റിനകത്ത് ഓരോ ഇൻഡെക്സും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നമ്പേഴ്സ് ഓഫ് ഇൻഡെക്സ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്, ഇൻഡെക്സ് ആണ് ഇവിടെ. ഓക്കെ, സമ്മിൽ ഇൻക്രിമെന്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇൻഡെക്സ് ആണ് നമ്മളിവിടെ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അതിനെ ഞാൻ ആഡ് ബട്ടൺ ഇപ്പോഴത്തെ കൊടുത്തിട്ട് ഈക്വൽ ടു 1 കൊടുക്കുക. അത് ഇങ്ങനെ നമുക്ക് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, അതായത് ആ സെയിം നമ്പർ ആ സെയിം വേരിയബിൾ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ റൈറ്റ് ചെയ്യാൻ പറ്റും. അതേ സെയിം മെത്തേഡ് തന്നെ മേലെ സമ്മിന്റെ ഞാൻ റൈറ്റ് ചെയ്തേക്കുന്നത് ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അവിടെ ഇൻക്രിമെന്റ് അല്ല, സമ്മോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് അടുത്ത അവസാനം പ്രിന്റ് ഓഫ് സം. നമുക്ക് കോഡ് റൺ ചെയ്ത് പോകാം. ഓക്കെ, നമുക്ക് 100 സമ്മ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് 9th ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ റൈറ്റ് എ വൈൽ ലൂപ്പ് ഇൻ പൈത്തൺ ദാറ്റ് കണ്ടിന്യൂസ് ടു ആസ്ക്. ഞാൻ ക്വസ്റ്റ്യൻ റൈറ്റ് ചെയ്യാം. ഹാഷ് റൈറ്റ് എ വൈൽ ലൂപ്പ് ഇൻ പൈത്തൺ, വൈൽ ലൂപ്പ് in Python that continues to ask the user for a password. That continue the user for a password until they enter the correct password. Okay, they enter correct password. Okay, നമുക്ക് ക്വസ്റ്റ്യൻ ഇപ്പം ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മളൊരു അതായത് ഇഫ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനകത്ത് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതൊരു പാസ്വേഡ് നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ പാസ്വേഡ് കറക്റ്റ് ആവുകയാണെങ്കിൽ പാസ്വേഡ് കറക്റ്റ് ആണെന്ന് എഴുതി കാണിക്കുക. അതേപോലെ നമുക്ക് വൈൽ ലൂപ്പിനകത്ത് സെയിം പരിപാടി സെയിം തന്നെ, എന്നാലും ജസ്റ്റ് ഒരു ചേഞ്ച് ഉണ്ട്. അതായത് ഇപ്പൊ പാസ്വേഡ് കറക്റ്റ് അല്ലെങ്കിൽ
നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റിനകത്ത് റോങ് പാസ്വേഡ് എഴുതിക്കാണ്. ഇവിടെ നമുക്ക് വീണ്ടും പാസ്വേഡ് റൈറ്റ് ചെയ്യാനുള്ള ഒരു ബ്ലോക്ക്, അത് എൻ്റർ ദ പാസ്വേഡ് എന്നും പറഞ്ഞ് വരണം, വീണ്ടും വരണം. അപ്പൊ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് റൈറ്റ് ചെയ്യാം എങ്ങനെയാണ്. ആദ്യം തന്നെ ഇവിടെ വൈൽ ട്രൂ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഉപയോഗിക്കും. വൈൽ ട്രൂ ആണെങ്കിൽ ഓക്കെ, വൈൽ ട്രൂ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ട്രൂ പാസ്വേഡ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഏൽപ്പിക്കുന്നു. ഇൻപുട്ട് ഓഫ് enter the password. ഓക്കെ, പാസ്വേഡ് ഈസ് ഈക്വൽ ടു enter the password എന്ന് പറഞ്ഞ് വന്ന് നെക്സ്റ്റ് ഇഫ് പാസ്വേഡ് ഡബിൾ ഈക്വൽ ടു സീക്രട്ട് എന്നാണെങ്കിൽ, ഓക്കെ, നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് സീക്രട്ട് അതാണെങ്കിൽ എന്ത് ചെയ്യണം? ബ്രേക്ക്. നമുക്കത് ബ്രേക്ക് ആവണം, എന്നാലും അത് ബ്രേക്ക് ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റർ ദ പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്തായാലും വേറെ റാൻഡായിട്ട് എന്തെങ്കിലും കൊടുക്കും. റാൻഡായിട്ട് കൊടുത്തു എൻ്റർ അടിച്ചു ഉണ്ടാവും. അതായത് നമ്മൾ വേണ്ടുന്ന പാസ്വേഡ് അല്ല, സീക്രട്ട് എന്നുള്ള പാസ്വേഡ് അല്ല നമ്മൾ അടിച്ചു കൊടുത്തത്. അതുകൊണ്ട് വീണ്ടും വന്നു, വീണ്ടും കൊടുക്കുന്നു, വീണ്ടും അല്ല. നമുക്ക് ഇനി സീക്രട്ട് എന്ന് കൊടുക്കാം. സീക്രട്ട് എന്ന് കൊടുത്തു, ഉണ്ടാവും. അവിടെ വെച്ചത് സ്റ്റോപ്പായി. അപ്പം അത് ചെറിയൊരു കോഡാണ്, അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കും.